അപ്പൊ ഞാൻ സൂപ്പറാ. പള്ളിയുടെ പാർക്കിംഗ് ആണ് ഗൈസ്. കൈമാറ്റേ. ഹലോ എവ്രി വൺ, ദിസ് ഇസ് മീ അനു ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്ന് ഈസ്റ്റർ ദിവസമായിരുന്നു. അപ്പോൾ നമ്മൾ രാവിലെ പള്ളിയിലൊക്കെ പോയി വന്നിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അപ്പവും ചിക്കനൊക്കെ ആയിരുന്നു. ഉച്ചയ്ക്ക് നമ്മൾ നല്ല മീൻകറിയും ചോറും മീൻകറിയും ചക്കക്കുരുവാങ്ങിയും ചിക്കനും തോരനെല്ലാം കൂട്ടിയിട്ട് നമ്മൾ ഊണൊക്കെ കഴിച്ചു. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ബാംഗ്ലൂരാണ്. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈസ്റ്റർ തവണ ബാംഗ്ലൂരാണ്. ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ വീട്ടിലല്ലാതെ വേറെ സ്ഥലത്ത് ഈസ്റ്റർ ആഘോഷിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിന്നർ നമ്മുടെ ഷെഫ് പിള്ളയുടെ റെസ്റ്റോറൻറ്റിൽ ആണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി സീറ്റൊക്കെ വിളിച്ച് റിസർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉച്ച കഴിഞ്ഞിപ്പോൾ 2:30 ആ സമയമാണ്. നമ്മൾ ഡിന്നർ 8 മണിക്കാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ നമ്മൾ പോകുന്ന വഴിക്ക് 1-2 സ്ഥലമൊക്കെ കാണാനൊക്കെ ഉണ്ട്. പപ്പയും മമ്മിയൊക്കെ ഉണ്ടല്ലോ. സോ അപ്പോൾ അങ്ങനെ നമ്മൾ പോവുകയാണ് സ്ഥലങ്ങളൊക്കെ കാണാനും ഷെഫ് പിള്ളേരെ റെസ്റ്റോറൻറ്റിൽ പോകാനും. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് എന്ന്. പപ്പ ഉച്ചക്കത്തെ എൻ്റെ മീൻകറി എങ്ങനെയുണ്ടായിരുന്നു? എനിക്ക് പപ്പ പറഞ്ഞാൽ മതി, എനിക്ക് വേറൊന്നും വേണ്ട, അത് മതി. അപ്പൊ ഞാൻ സൂപ്പറാ. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ആദ്യം പോയത് ഉണ്ണീശോ പള്ളിയിലേക്ക്. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഏതെങ്കിലും ഷോപ്പിംഗ് മാളിന്റെ ഒക്കെ പാർക്കിംഗ് ആണ്. അല്ല, ഇതൊരു പള്ളിയുടെ പാർക്കിംഗ് ആണ് ഗൈസ്. അങ്ങനെ നമ്മൾ ഉണ്ണീശോ പള്ളിയിലെത്തി. ആദ്യം നമ്മൾ പള്ളിയുടെ അകത്ത് കയറി. അപ്പൊ വലിയൊരു പള്ളിയാണത്. ഞാൻ നാട്ടിൽ ഇത്രയും വലിയ പള്ളി ഞാൻ കണ്ടിട്ടില്ല. മേളിലും താഴെയും ഒക്കെ ഇരിക്കാൻ സൗകര്യമുണ്ട്. ശരിക്കും വലിയൊരു പള്ളി. അപ്പൊ നമ്മൾ അവിടെ കുറച്ചു നേരം പ്രാർത്ഥിച്ചു. അവിടെ ഒത്തിരി സ്റ്റേച്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അടുത്ത് നിന്ന് കാണുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം നമ്മൾ അതിന്റെ സൈഡിൽ തന്നെ ഈ ഉണ്ണീശോയുടെ തന്നെ ഒരു ചാപ്പൽ ഉണ്ടായിരുന്നു. ഒരു നിത്യാരാധന ചാപ്പൽ പോലെ. അപ്പൊ നമ്മൾ അവിടെയും പോയി. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം നമ്മൾ പ്രാർത്ഥിച്ചു. അപ്പൊ അവിടെ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു, ക്രൗഡഡ് ആയിരുന്നു. അതായത് നമ്മൾ മിയക്കുട്ടീനെ ഇങ്ങനെ നമുക്ക് കുഞ്ഞുങ്ങളെ ഇങ്ങനെ കൊടുക്കാനുണ്ടെങ്കിൽ അവിടെ ഒരു ചേച്ചി നിൽക്കുന്നുണ്ട്. അവരുടെ കയ്യിൽ കൊടുത്തപ്പോൾ അവര് കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഈശോയുടെ അടുത്തേക്ക് കാണിച്ച് അങ്ങനെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും, ഈശോയുടെ സമർപ്പിക്കുകയൊക്കെ ചെയ്യും. നമുക്ക് അങ്ങോട്ട് എൻ്റർ ചെയ്യാൻ പറ്റില്ല, നമ്മൾ അവരുടെ കയ്യിൽ ഏൽപ്പിക്കുന്നത്. അതുപോലെ തന്നെ അവിടെ ഈ പൂമാലകൾ ഒരുപാട് ആൾക്കാർ ഇതുപോലെ കൊണ്ടുവിടുന്നുണ്ട്. നമുക്കറിയാം ബാംഗ്ലൂരൊക്കെ ഒത്തിരി പൂക്കൾ ഭയങ്കരമായിട്ട് ഇതുള്ളത്. അപ്പൊ അതിൽ നിന്ന് ഇങ്ങനെ പൊട്ടിച്ചെടുത്തിട്ട് ആ പൂക്കൾ അവിടെ വരുന്നവർക്ക് നേർച്ച പോലെ കൊടുക്കുന്ന ഒരു ഇതൊക്കെ ഉണ്ട് അവിടെ. അപ്പൊ നമ്മൾ അവിടെ ഇത് കണ്ടു. പിന്നെ ഞാൻ പറഞ്ഞില്ല ഈസ്റ്ററിന്റെ സമയം ആയതുകൊണ്ട് അതിന്റെ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അത് കഴിഞ്ഞ് നമ്മളൊരു പ്രാർത്ഥനയുടെ ഇതൊക്കെ കൊടുത്തിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോയി. നമ്മൾ ശിവാജി നഗറിലെ ഒരു പള്ളിയിലോട്ടാണ് പോയത്. അപ്പൊ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ക്രൗഡാണ്. നമുക്ക് ആ പള്ളിയുടെ ഏരിയയിലേക്ക് അടുക്കാൻ പറ്റൂല. അതിന് നമ്മള് കാറ് നമ്മൾ കുറച്ച് മാറി പാർക്ക് ചെയ്തിട്ട് നമ്മൾ അങ്ങോട്ട് നടന്നു പോവാണ് ചെയ്തത്. അപ്പൊ ഇതൊക്കെ നടക്കുന്നത് ഈസ്റ്ററിന്റെ അന്നാണ് കേട്ടോ. ഞാൻ ഒരു മടിച്ചായത് കൊണ്ടാണ് 1-2 മാസം കഴിഞ്ഞ് പോസ്റ്റ് ചെയ്യുന്നത്. ഒന്നും തോന്നരുത്, അന്ന് ഇടണം എന്നൊക്കെ വിചാരിച്ച, പക്ഷെ വിട്ടുപോയി. എന്നിട്ട് എന്തായാലും നമ്മൾ ഈ പള്ളി പോവാണ്. ക്രൗഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ക്രൗഡ്. ആ കാണുന്ന പള്ളിയിലാണ് നമുക്ക് എത്തേണ്ടത്. അപ്പം കണ്ടോ, റോഡ് മൊത്തം ബ്ലോക്കാണ്. സൈഡുകളിൽ ഒത്തിരി കടകളും ഷോപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ബാംഗ്ലൂരാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പൂക്കൾക്ക് ഭയങ്കര, നമ്മള് ഇവിടെ ജസ്റ്റ് എന്തെങ്കിലും പരിപാടിക്കൊക്കെ അല്ലേ പൂ ചൂടുന്നത്. പക്ഷെ അവിടെ അങ്ങനല്ല. അവിടെ എല്ലാ ദിവസവും ആൾക്കാർ പൂ ചൂടിക്കൊണ്ട് നടക്കും. ഇതുപോലെ പള്ളിയിലും എല്ലായിടത്തും ഇതുപോലെ പൂവാണ് അവരിങ്ങനെ കൊടുക്കുന്നത്, അങ്ങനെ ഇതാക്കുന്നത്. അപ്പൊ ഈ പോകുന്ന വഴിക്ക് രണ്ട് സൈഡിലും നിറച്ചും ഷോപ്സ് ആണ്. നമ്മുടെ ബ്രോഡ്വേ ഒക്കെ ഇല്ലേ, ബ്രോഡ്വേയിലൊക്കെയാണ്. ബ്രോഡ്വേ മാറിയിരിക്കും ചിലപ്പോൾ ഇതിന്റെ മുമ്പിൽ. അത്ര തിരക്കാണ് ഇവിടെ. നമുക്ക് എന്താ പറയാ, തൊട്ടടുത്ത് നിൽക്കുന്ന ആളെ കാണാണ്ട് പോകാനായിട്ട് 1 മിനിറ്റ് മതി. എനിക്ക് കാണാണ്ട് പോയത്, അതുകൊണ്ടിട്ടാണ് ഞാൻ പറയുന്നത്. നമ്മള് പള്ളിയിൽ ചെന്നപ്പോ അവിടെ ക്യാൻഡിൽ വാങ്ങി. ക്യാൻഡിൽ ഇതുപോലെ പൂവിന്റെ ഉള്ളിലാണ് അവര് പൂവും കൊണ്ട് അവർ ആ ക്യാൻഡിലിന് ചുറ്റിയിട്ടാണ് അവര് പൂ തരുന്നത്. എന്നിട്ട് നമ്മൾ അവിടുന്ന് എല്ലാ സൈഡിലും നോക്കുമ്പോൾ ഈ തിരക്കാണ് ശരിക്കും. എന്നിട്ട് നമ്മൾ ക്യാൻഡിലൊക്കെ വാങ്ങി നമ്മൾ പള്ളിയുടെ അങ്ങോട്ട് ചെന്നു, പ്രാർത്ഥിച്ചു. പിന്നെ അതിനുശേഷം നമ്മൾ ക്യാൻഡിലൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചു. അപ്പൊ അവിടെ ഇങ്ങനെ തന്നെ ക്യാൻഡിൽ നമുക്ക് അവിടെ ഒരു ക്യാൻഡിൽ കത്തിക്കുന്ന ആ ഒരു സ്റ്റാൻഡിൽ കത്തിക്കാം. എന്നിട്ട് പൂക്കൾ ഇതുപോലെ തന്നെ നമ്മൾ ഓഫറിങ് പോലെ അവിടെ കൊടുക്കുകയാണ് ചെയ്യണേ. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്തു. അത് കഴിഞ്ഞ് അകത്ത് വേറെ ചാപ്പൽ ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ ഈ ഇതുപോലെ മുട്ടുകുത്തി അങ്ങോട്ട് നീന്തി പ്രാർത്ഥിക്കുന്ന അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് അവിടെ നമ്മൾ പ്രാർത്ഥിച്ചു. അതുപോലെ അത് മാതാവിന്റെ പള്ളിയാണ് ശരിക്കും. ആദ്യം നമ്മൾ പോയത് ഉണ്ണീശോ പള്ളിയാണ്, ഇത് മാതാവിന്റെ പള്ളിയാണ്. അപ്പൊ ചേട്ടായി ബാംഗ്ലൂരിൽ നിന്ന് പോരുന്നോണ്ട് ചേച്ചിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു മേക്കുട്ടീനെ കൊണ്ട് എല്ലായിടത്തും പോകണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പിന്നെ സാരി ഓഫറിങ്സും ഉടുപ്പുകളും, കുഞ്ഞുങ്ങളുടെ ഉടുപ്പുകളും സാരികളൊക്കെ നമുക്ക് അത് ഓരോ നേർച്ചയൊക്കെയാണ്. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് മാതാവിന് സമർപ്പിക്കുന്ന പോലെ അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ അതൊക്കെ ചെയ്തു. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് പുറത്തിറങ്ങി. അപ്പൊ ഇതാണ് മാതാവിന്റെ വലിയ പള്ളിയാണ്, ശരിക്കും വലിയ പള്ളിയാണ്. നല്ല ഹൈറ്റിലാണ്, ഉണ്ടോ, കാണാൻ തന്നെ നല്ല ഭംഗിയാ.
എന്നിട്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങി. അപ്പോൾ ഇറങ്ങിയപ്പോൾ സ്റ്റാച്യൂസും കാര്യങ്ങളൊക്കെ കണ്ടു ട്ടോ. ഒത്തിരി കാണാനുണ്ടായിരുന്നു. നമ്മൾ ഉച്ചയ്ക്ക് 2 മണിക്ക് ഇറങ്ങിയിട്ട് ഈ പള്ളിയിൽ നമ്മൾ ഇറങ്ങുമ്പോഴത്തേനും വൈകുന്നേരം 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും സന്ധ്യയായി വരുന്ന ആ ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ തിരക്കിന്റെ ഇടയിൽ നിന്ന് എങ്ങനെയും മേക്കുട്ടീനെ കൊണ്ട് വേഗം പുറത്ത് കിടക്കാനാണ് നോക്കണത്. ആകാശത്താണ് നിറച്ചും പരുന്തുകൾ ഇങ്ങനെ വട്ടമിട്ട് പറക്കുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ശരിക്കും ആ ഒരു സൺസെറ്റ് ആ ഒരു ടൈമായിരുന്നു. കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അത് ആസ്വദിക്കുന്നതിനേക്കാളും ഇതായിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാറിന്റെ അടുത്തേക്ക് എത്തണം എന്നുള്ളതായിരുന്നു നമ്മുടെ ലക്ഷ്യം. ഞാനും പപ്പയും കൂടെ വെറുതെ ഇങ്ങനെ നടക്കാനായിട്ട് ചെറിയ ഗ്യാപ്പ് കിട്ടി. കുഞ്ഞ് കുറച്ച് അലമ്പ, അവളെ ഒന്ന് ഓക്കെ ആക്കിയിട്ട് വണ്ടി എടുക്കാമെന്ന് പറഞ്ഞ ഗ്യാപ്പിൽ ഞങ്ങൾ വെറുതെ തെണ്ടാൻ പോവുകയാണ്. എന്തായാലും തെണ്ടാൻ ഇറങ്ങിയതല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ അടുത്തൊരു ഷോപ്പിൽ നിന്ന് ഒരു സമൂസ ചാട്ട് വാങ്ങി കഴിച്ചു. അതിൽ ഞാൻ പിന്നീട് വല്ലാണ്ട് ഖേദിച്ചു. കാരണം അത് അത്ര സുഖകരമല്ലായിരുന്നു ഗൈസ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഷെഫ് പിള്ളയുടെ റെസ്റ്റോറൻറ്റിലോട്ടാണ്. നമ്മളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ റെസ്റ്റോറൻറ്റിൽ പോകുന്നത്. നമ്മൾ അല്ലാതെ റീൽസിലും ഇൻസ്റ്റയിലൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ടെന്നല്ലാണ്ട് നമ്മൾ പോയിട്ടില്ല. സോ നമ്മളവിടെ ചെന്നപ്പോൾ തന്നെ പിള്ളക്കൊച്ചേട്ടൻ്റെ അവിടെ ഭിത്തിയിൽ ഫോട്ടോയിൽ തൂങ്ങിയിട്ട് ഇങ്ങനെ ഇരുന്ന് ചിരിച്ച് കാണിക്കുന്നുണ്ടായിരുന്നു. സ്നേഹം വാരി വിതറട്ടെ എന്ന് ചോദിച്ചു. വിതറിക്കോ കൊച്ചേട്ടാ, പിന്നെ എന്താന്ന് നമ്മളും പറഞ്ഞു. അങ്ങനെ നമ്മൾ അകത്തേക്ക് കയറി. നമ്മൾ ഓൾറെഡി റിസർവ് ചെയ്തു എന്നതുകൊണ്ട് നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല, വലിയ റഷും ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ കുറച്ച് നേരത്തെയാണ് ചെന്നത്. നമ്മളവിടെ ചെന്ന് സീറ്റിംഗ് ഒക്കെ അവൈലബിൾ ആയിരുന്നു. നമ്മൾ വേഗം തന്നെ ഇരുന്നു. നമ്മൾ കഴിച്ച് പകുതിയായപ്പോഴത്തേനെ ബാക്കി ആൾക്കാരൊക്കെ വന്നത്. അപ്പോൾ ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്ത് നമുക്ക് അവിടുത്തെ മെനു അവൈലബിൾ ആണ്. അവിടെ ചെന്ന് കഴിയുമ്പോൾ കന്നഡയിൽ സ്പീച്ച് ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് ചെന്ന് എന്നെ ഞെട്ടിച്ചുകൊണ്ട് അവിടെ ഫുൾ മലയാളീസ് ആയിരുന്നു ഗൈസ്. അപ്പോൾ മീക്കുട്ടി ചെറിയ അലമ്പായിരുന്നു. അപ്പോൾ എനിക്കൊരു കുറവ് തോന്നിയത് സാധാരണ റെസ്റ്റോറൻറ്റ്സിലൊക്കെ ക്രേഡിൽ കുട്ടികൾക്കുള്ള തൊട്ടികൾ ഉണ്ടാവുമായിരുന്നു. അതുണ്ടായിരുന്നു നമുക്ക് മീക്കുട്ടീനെ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആക്കാമായിരുന്നു. അത് നമ്മളതിന് ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ഫസ്റ്റ് വന്നത് നമ്മുടെ ഈ കടുമാങ്ങ സംഭാരം പാനിപൂരിയാണ്. എന്താ പറയണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കിടിലൻ സാധനമാണ്. പക്ഷെ നല്ലൊരു സ്റ്റാർട്ടറാണ്. കാരണം നമ്മൾ സ്ഥിരം എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ ഒരു പാനിപ്പൂരിയുടെ ആ ഒരു ടേസ്റ്റ് എന്ന് മാറി മറ്റേ സംഭാരത്തിൻ്റെ കടുമാങ്ങയുടെ ഒക്കെ വരുമ്പോൾ ഒരു നൈസ് ഒരു നല്ലൊരു സ്റ്റാർട്ടർ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമുക്കൊരു ഉള്ളൊക്കെ ഒന്ന് തണുത്ത ആ ഒരു ചൂടെന്നൊക്കെ ഒരു മാറ്റമൊക്കെ വരുമായിരുന്നു. പിന്നെ ഇതാണ് അന്നത്തെ ഫുഡിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം, നമ്മുടെ വേണാട് പാൽക്കൊഞ്ച്. നമ്മൾ ഇതും സ്റ്റാർട്ടറായിട്ടാണ് പറഞ്ഞത്. എനിക്ക് ഇപ്പോഴും അത് ഓർക്കുമ്പോൾ തന്നെ ഒരു നാവിന്ന് വെള്ളം വരുവാണ്. കാരണം ഭയങ്കര ടേസ്റ്റ് ആയിരുന്നടേ. ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോഴും അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിഞ്ഞുകൂടാ. എൻ്റെ ഫേവറേറ്റ് അതായിരുന്നു. എനിക്ക് ഏറ്റവും ഫേവറേറ്റ് അതായിരുന്നു അവിടുത്തെ ഫുഡിൽ അന്ന് കഴിച്ചതിൽ. പിന്നെ നമ്മൾ പറഞ്ഞ ബീവറേജസ് ഒന്ന് പച്ചമാങ്ങയും ഒന്ന് കേരള ചോടിയാണ്. കേരള ചോടി എന്ന് പറഞ്ഞാൽ കള്ളല്ല കേട്ടോ, അത് തേങ്ങ വെച്ചിട്ടുള്ള ഒരു ഐറ്റം. അത് രണ്ടും ഞങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ നമ്മുടെ ഷെഫ് പിള്ളയുടെ മെയിൻ നിർവാണ പറഞ്ഞു. നമ്മൾ നെയ്മീൻ നിർവാണയാണ് പറഞ്ഞത്. നിർവാണയും എനിക്ക് നമ്മൾ സ്ഥിരം കഴിക്കുന്ന ആ ഒരു ഇതൊന്ന് മാറിയിട്ടൊരു, ഇവിടെ എല്ലാം ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് എല്ലാത്തിനും. അതൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ടേസ്റ്റുകളാണ്. പിന്നെ നമ്മൾ മുട്ടയപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞത് പോത്ത് ഡ്രൈ ഫ്രൈ PDF, അവിടെ അങ്ങനെയാ BDF എന്നല്ല പറഞ്ഞത്, പോത്ത് ഡ്രൈ ഫ്രൈ. അതും നന്നായിട്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അതിലും ഇഷ്ടപ്പെട്ടു എൻ്റെ മമ്മിയുടെ ബീഫാണ്. അത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് വ്ളോഗിൽ. ബീഫ് എനിക്ക് ഓക്കെ ആയിരുന്നു. പിന്നെ നൂൽ പൊറോട്ടയും ഇടിയപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇടിയപ്പം കുറച്ച് ഹെവി ആയിരുന്നു. നൂൽ പൊറോട്ട സെറ്റ് ആയിരുന്നു കേട്ടോ. നൂൽ പൊറോട്ട അടിപൊളിയായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ നമ്മൾ നെയ്ച്ചോറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല ചൂട് നെയ്ച്ചോറ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണല്ലോ, ഇതാണ് നെയ്ച്ചോറും ആ നിർവാണയൊക്കെ കൂട്ടി കഴിച്ചപ്പം സ്വർഗമായിരുന്നു. എനിക്കറിയത്തില്ല എന്താണ് ഇത്രയും ഹെയ്റ്റ്സ് സ്പ്രെഡ് ആവുന്നത് ഈ റെസ്റ്റോറൻറ്റിനെ പറ്റിയെന്ന്. എനിക്ക് അത്യാവശ്യം സാറ്റിസ്ഫാക്ടറി ആയിരുന്നു എല്ലാം. പിന്നെ ബില്ല് വന്നപ്പോൾ നമുക്ക് അറിയാം കുറച്ച് എക്സ്പെൻസീവ് ആണ്. കാരണം അങ്ങനെ റെസ്റ്റോറൻ്റ് ആണ്, പ്രീമിയം റെസ്റ്റോറൻ്റ് ആണ്. പക്ഷെ വർത്ത് ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഹാപ്പി ആയിട്ട് നമ്മൾ ഇറങ്ങി നമ്മൾ പോവാണ്. എന്തായാലും ഞാൻ ഹാപ്പിയായി. അങ്ങനെ പിള്ളക്കൊച്ചേട്ടൻ്റെ സ്നേഹമൊക്കെ സ്വീകരിച്ച് വയറും മനസ്സൊക്കെ നിറച്ച് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഗൈസ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.